തന്നെ നമ്മളിപ്പം മെൻഷൻ ചെയ്തല്ലോ, ചില അധ്യാപകർക്ക് ഒരു സ്വഭാവവൈകല്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ്സോ നമ്മൾ വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം കുട്ടികൾ പറയുന്നുണ്ട് അത്തരം വിഷയങ്ങൾ അവർ വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോമയായി പറയാറുണ്ട്. ഈ വിഷയത്തെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പുറത്തു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ട്രോമകളിൽ? അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. കാരണം അധ്യാപകരുടെ ഒരു രീതി അറിയാമല്ലോ, അവർക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, മറ്റുള്ളവരെ തിരുത്തിയേ ശീലമുള്ളൂ. അവർ സ്വയം തിരുത്തി അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. അവരുടെ പ്രൊഫഷൻ തന്നെ അങ്ങനെയാണ്. പിന്നെ മുൻകാല അധ്യാപകർ ഇപ്പോഴും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജോലി കിട്ടുക, വരുമാന മാർഗം എന്ന് മാത്രം കണ്ടുപോകുന്നവർ നല്ലപോലെ ഉണ്ട്. അതൊരു അല്ലെങ്കിൽ അധ്യാപനം ഒരു പാഷനായിട്ട് കണക്കാക്കി അത് അധ്യാപകരുടെ ഇടയിൽ മാത്രമല്ല, ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഇത് മാത്രമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഒരു വരുമാന മാർഗമായിട്ട് മാത്രം കാണുകയാണെങ്കിൽ അതിന് പാഷൻ വരുന്നില്ല, അപ്പോൾ ആത്മാർത്ഥത കുറയും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ വേറെ പലതും സ്വപ്നം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ജോലി കിട്ടിയത്, അവർക്ക് അതായിരുന്നിരിക്കില്ല വേണ്ടത്. അപ്പോൾ ആ ഫ്രസ്ട്രേഷനൊക്കെ ഈ കുട്ടികളുടെ മുകളിൽ തീർക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അധ്യാപകരും എന്താ പറയുന്നത്, പാർഷ്യാലിറ്റി കാണിക്കുക എന്നുള്ളത് അവരൊക്കെ നിഷേധിച്ചാലും അതൊരു സത്യമാണ്. ഏറെക്കുറെയൊക്കെ ചിലപ്പോൾ എല്ലാവരും ഞാൻ അടച്ച് പറയുന്നില്ല, പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, കുട്ടികളെ സ്പൈ വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് ബാക്കി കുട്ടികളുടെ വിവരങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുക, അതിനൊരു സ്പൈയെ അവർ അപ്പോയിന്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അപ്പം ആ തരത്തിലുള്ള അധപ്പതിച്ച രീതികൾ ചിലയിടത്തെങ്കിലും ഉണ്ട്. അത് ഒരുപാടില്ലെങ്കിൽ പോലും, ഇപ്പോൾ 1% ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. എല്ലാ അധ്യാപകരും എന്ന് ഞാൻ പറയുന്നില്ല, 99% നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു 1% ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ പ്രൊഫഷനും ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഒരു 1% ഉണ്ടാവാം.